നമ്മളൊന്നും ചെയ്യാതെ മൊബൈൽ ഫോണിൽ റീൽസ് നോക്കിയിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണോ നമ്മൾ കൂടുതലായിട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ എനർജറ്റിക് ഫീൽ ചെയ്യുന്നത്? നമ്മളെല്ലാവരും രണ്ട് രീതിയിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന്, എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വെബ് സീരീസ് കാണുന്നത്, ഇതൊക്കെ നമ്മൾ ഔട്ടർ വേൾഡിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇതിന് യഥാർത്ഥത്തിൽ ബ്രെയിനിന് വലിയ എനർജിയുടെ ആവശ്യമില്ല. ബ്രെയിൻ ഈസി ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഈ ഒരു രീതി ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയല്ല. ഇതിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഗ്രോത്തോ സംഭവിക്കുന്നില്ല. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ അവരുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് അവരുടെ ഇന്നർ വേൾഡിൽ നിന്നാണ്. അവർ അവരുടെ പാഷൻ ഫോളോ ചെയ്യും, അവരുടെ ഹോബീസ് കണ്ടെത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തും, അല്ലെങ്കിൽ അവരുടെ സ്കിൽ എന്തിലൊക്കെയാണോ അത് അവർ കണ്ടെത്തിയിട്ട് അതിൽ അവർ എൻജോയ് ചെയ്യും. നമ്മുടെ ബ്രെയിനിന് ഇവിടെ കുറച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഈ ആക്ടിവിറ്റി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണ്? സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറം ലോകത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ? കമൻറ്റ് മീ ഓൺ കമൻറ്റ് ബോക്സ്. താങ്ക് യു.